ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു മലയാളത്തിലെ റിവ്യൂവറിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ റോഡ് സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ നിങ്ങൾ കേട്ട് നിങ്ങളൊന്ന് സഹിക്കണം. ഏഹ് ഒരു പ്രശസ്ത റിവ്യൂവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെങ്കിൽ തമിഴ്നാട്ടിൽ കണ്ട അശ്വന്ത് തോക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പുള്ളി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വലിയ അറിവുള്ള, സിനിമയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ അറിവുള്ള, ഷോർട്സ് വയ്ക്കുന്നത് പോലും പുള്ളി കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അവിടെ നിന്ന് സ്റ്റാറ്റിക് ഷോട്ട്സ് ആണ് വെച്ചിരിക്കുന്നത്, മറ്റേയാണ് മറിച്ചിടുന്നത് പുള്ളി പറയുന്നുണ്ട്. പുള്ളി സിനിമകളെ പറ്റി നല്ല രീതിയിലുള്ള വിശദീകരണം അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നുണ്ട്. ഇപ്പം മലയാളി പ്രേക്ഷകരിൽ കുറച്ച് പേര് ആ പുള്ളിയുടെ റിവ്യൂ മാത്രം നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് പേര് വരെ ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് വരെ. പക്ഷെ ഇപ്പം പുള്ളിയുടെ റിവ്യൂ ഒന്ന് മാറി പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളി പറയുന്ന റിവ്യൂസ് ഒന്നും വലിയൊരു കറക്റ്റ് ആണെന്നുള്ള ഒരു കാഴ്ചപ്പാട് പ്രേക്ഷകരില്ല. കാരണം പുള്ളി പറയുന്ന സിനിമകൾ, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ബ്രോമാൻസ് എന്ന് പറഞ്ഞ സിനിമ OTT ഇറങ്ങിയ ശേഷമാണ് ഞാൻ ആ സിനിമ കണ്ടത്. പുള്ളി ആ സിനിമയ്ക്ക് നല്ല കടുത്ത പോസിറ്റീവ് റിവ്യൂ ആണ് കൊടുത്തത്. അടിപൊളി പടമാണ്, അടുത്ത നല്ല രീതിയിലുള്ള ചിരിക്കാനുള്ള വകയുണ്ട്. സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ ചിരിയാണ്. പിന്നെ മറ്റേ നമ്മുടെ മാത്യു തോമസിന്റെ കാര്യമാണെങ്കിൽ പുള്ളി ആടിച്ച് പിന്നെയാണ് പറഞ്ഞത്. മാത്യു തോമസ് അയ്യോ അടിപൊളി പെർഫോമൻസ്, പഴയ മോഹൻലാലിനെ മുകേഷിനെയൊക്കെ വെച്ചാണ് പുള്ളി കമ്പയർ ചെയ്തിരുന്നത് അതിനകത്ത്. എനിക്ക് പക്ഷേ അത് കണ്ടിട്ട് TV അടിച്ച് പൊട്ടിക്കാനാണ് തോന്നിയത് മാത്യു തോമസിന്റെ ഇത് കണ്ടിട്ട്. ഞാൻ അതിന്റെ കമന്റൊക്കെ യൂട്യൂബിലൊക്കെ കമന്റൊക്കെ നോക്കിയപ്പോൾ അതിന് പലർക്കും അങ്ങനത്തെ അഭിപ്രായമുണ്ട്. അടി കൊടുക്കാനാണ് തോന്നിയെന്നൊക്കെയാണ് അവർ കമന്റ് ഇട്ടിരുന്നത്. പക്ഷേ അശ്വന്ത് തോപ്പ് അതിനെ വാരി പുകഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഇതിന്റെ പേര് മറന്നു, മറ്റേ നമ്മുടെ പ്രേമലൂരൊക്കെ ഉള്ള പയ്യ ഉണ്ടല്ലേ, നസ്രീന്റെ കൂടെ നടക്കുന്ന പയ്യ, അവന്റെ കോമഡി ഒക്കെ നല്ല, അവന്റെ കോമഡി ഒരുവിധം കുഴപ്പമില്ലെന്ന് പറയാനുള്ളതേ ഉള്ളൂ. അല്ലാതെ വാരിക്കോരി കുളിപ്പിക്കാനുള്ള കോമഡികളൊന്നും അതിനകത്തില്ല. അത് കണ്ടു തീർക്കുന്നത് തന്നെ കുറച്ച് കഷ്ടമാണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് പിന്നെയും കുഴപ്പമില്ലാതെ കണ്ടോണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിന് വലിയ അഭിപ്രായം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പുള്ളി അതിന് നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ് കൊടുത്തത്. അത് പുള്ളിയുടെ ഇഷ്ടമാണ്, ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും പുള്ളി പോസിറ്റീവ് റിവ്യൂ കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനും ചിലപ്പം 100 പേർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെ വരും. അതൊക്കെ ഞാനും അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് കൊടുക്കുന്ന സിനിമകളുടെ പോസിറ്റീവ്, ഇപ്പം ഭീഷ്മപർവ്വം ആയിക്കോട്ടെ, പുള്ളി നെഗറ്റീവാണ് കൊടുത്തത്, പക്ഷെ സിനിമ ക്ലിക്കായി. ഇത് പോസിറ്റീവാണ് കൊടുത്ത പടം സാമ്പത്തിക ഒരു പരാജയം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പുള്ളിയുടെ റിവ്യൂവിനെ ഒരു സിനിമയുടെ വിജയവും ബാധിക്കുന്നില്ല. കാരണം വിജയവും പരാജയവും ഒക്കെ സിനിമയെ മുഴുവൻ ആൾക്കാർ അറിയുന്നതും അവർ കണ്ടിട്ട് അവരുടെ റെസ്പോൺസും കാരണമാണ് സിനിമ ക്ലിക്കാവാത്തത്. കാരണം ഒരാൾ സിനിമ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് അശ്വന്ത് തോപ്പ് പറഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പൊ സിനിമയ്ക്ക് ആരും സിനിമ കാണാൻ പോകാതിരിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെയുള്ള സിനിമകൾ തന്നെ ഉദാഹരണമാണ്. പിന്നെ പുള്ളിക്ക് ഒരു സിനിമകൾ ഇഷ്ടപ്പെടാറില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ കുറെ സിനിമകൾ പുള്ളി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്കും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അത് സിനിമകളെ പരാജയമായിരുന്നു. അതുകൊണ്ടാണ് നേരെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പുള്ളി പോസിറ്റീവ് കൊടുത്ത് ആ സിനിമ വിജയമായിരുന്നു. അത് എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെട്ട സിനിമയാണ്. ബാക്കിയുള്ള സിനിമകളിലൊന്നും പുള്ളി കൊടുത്ത നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. തിയേറ്ററിൽ ആളുകൾ പോയിട്ടില്ല. പക്ഷെ തുടർന്ന് സിനിമയ്ക്ക് നല്ല റിവ്യൂ കൊടുത്ത് എല്ലാവരും റിവ്യൂ നല്ല കൊടുത്ത് സിനിമ വിജയിച്ചു. ബാക്കിയുള്ള സിനിമകളിൽ പുള്ളി നെഗറ്റീവ് പറയുന്ന സിനിമകളിൽ ചില നല്ല സിനിമകളുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് മിസ്സാവും. ചിലർ ഇതേപോലെ പുള്ളി റിവ്യൂ നോക്കിയിട്ട് അശ്വന്ത് വലിച്ചു കീറുമെന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പൊ അവരോടാണ് പറയുന്നത്, നിങ്ങൾ ഒരു റിവ്യൂസിനും കണ്ടുകൊണ്ട് സിനിമയ്ക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ ഒരു 10-15 റിവ്യൂ നോക്കൂ. അപ്പൊ അതിൽ ഒരു 8 പേരെങ്കിലും പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള സിനിമ അതിനകത്ത് കാണും. കാരണം 8 പേർക്ക് 15 പേരിൽ 8 പേർക്ക് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതിൽ 3 പേർക്ക് തൃപ്തിപ്പെട്ടാലും മതിയോ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആ 3 പേരുടെ കടത്തിപ്പെട്ടവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മിസ്സാവുന്നുണ്ടെങ്കിൽ ചില സിനിമകൾ നമ്മൾ OTT വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയായിരുന്നു. അത് ഇതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ പല റിവ്യൂസും, എന്റെ റിവ്യൂ ആണെങ്കിൽ പോയി നിങ്ങൾ നോക്കി ഒരു സിനിമ നിങ്ങൾ കാണാൻ പോകണമെന്ന് ഞാൻ പറയാറില്ല. ഈ സിനിമ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ചാനലിൽ കുറച്ച് പേര് സ്ഥിരമായിട്ട് ഇതിനകത്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ, ഒരു 90% കൂടുതൽ പേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ പാർഷ്വാലിറ്റി കാണിക്കാതെയാണ് വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചിലർ പറയുന്നത് ഞാൻ മമ്മൂട്ടി ഫാൻ ആയത് മോഹൻലാൽ നെഗറ്റീവ് പറയും. ഞാൻ അങ്ങനെ മോഹൻലാലിന്റെ ഒരിക്കലും ഒരു മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് നെഗറ്റീവ് പറയുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ ചൊട്ടൂർ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒരു എമ്പുരാൻ പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ നെഗറ്റീവ് കൊടുത്തു. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അത്രയും ക്വാളിറ്റി ഇല്ലാത്ത സിനിമ ആയിട്ട് തോന്നുന്നു. ക്വാളിറ്റി എന്ന് വെച്ചാൽ ടെക്നിക്കലി അല്ല മൊത്തത്തിലുള്ള സിനിമയുടെ ഒരു ഓവറോൾ സിനിമ എനിക്ക് ക്വാളിറ്റി ഇല്ലാത്തതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അത് നെഗറ്റീവ് കൊടുത്തു. അല്ലാതെ മോഹൻലാൽ സിനിമകൾ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രമല്ല ഞാൻ ആ സിനിമ, മോഹൻലാൽ സിനിമ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഞാൻ ആ സിനിമയ്ക്ക് നെഗറ്റീവ് കൊടുത്തത്. എനിക്ക് പിന്നെ തുടരുവിന് എനിക്ക് നെഗറ്റീവ് കൊടുത്തത്. ഇപ്പം തുടരുവിന് എല്ലാവർക്കും പോസിറ്റീവ് ഇട്ടോളാം. അല്ല, ഞാൻ തുടരും സിനിമ ഇറങ്ങിയിട്ട് അന്ന് എന്റെ തിയേറ്റർ റെസ്പോൺസ് നിങ്ങൾ കണ്ടതാണ്. എനിക്കറിഞ്ഞൂടാ ആ സിനിമയ്ക്ക് എല്ലാവർക്കും എനിക്കറിഞ്ഞൂടാ പേഴ്സണലി. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ തുറന്നെത്തി പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല നെഗറ്റീവ് പറയും. എന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പം എന്റെ റിവ്യൂ പാർഷ്യാലിറ്റി കാണിക്കാതെയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഒരു റിവ്യൂസിന്റെ ചാനൽ നോക്കിക്കൊണ്ട് നിങ്ങൾ സിനിമ കാണാൻ പോകണമെന്ന് ഞാൻ പറയൂല. കാരണം
നിങ്ങൾ കുറച്ച് അങ്ങനെ കാണാൻ പോകുന്നവർക്ക് ചിലപ്പോൾ ഒരു 10 പേരുടെയെങ്കിലും റിവ്യൂ നിങ്ങൾ കണ്ടിട്ട് അവർ ആവറേജ് എങ്കിലും ഉണ്ടെന്ന് തോന്നാൻ എനിക്ക് അല്ലെങ്കിൽ 4 പേരെങ്കിലും പോസിറ്റീവ് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ സിനിമ കാണാൻ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മനസ്സിലാക്കാം.